പ്രകാരം ഈ വിശുദ്ധാരാധനയിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം അതിന് തന്ന വലിയ സാവകാശത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സൂക്ഷകൻ കഴിഞ്ഞ ദിവസം എനിക്ക് പ്രകാരം ഒരു ഡേറ്റ് തരുവാനിടയായി. ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് തികച്ചും ദൈവിക പദ്ധതി പ്രകാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, കോപ്പറേറ്റ് ചെയ്യുന്ന മറ്റ് ടീം അംഗങ്ങൾ, അതുപോലെ പ്രിയ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾക്ക് എല്ലാവർക്കുമായി ഞാൻ കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം ദൈവം നമ്മുടെ മധ്യത്തിൽ ഏത് സമയത്തുമുണ്ട്. പലർ ഞങ്ങൾ ദൈവദാസന്മാർ വന്നും മാറി പോയൊക്കെ നിൽക്കും. എന്നാൽ മാറാത്ത ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞാൻ ഇവിടെ അനുഭവിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭിക്കുന്നത് നാം അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്റെ പേര് പ്രദീപ് പ്രസാദ് എന്നാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും പേര് കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഞങ്ങളുടെ കുടുംബമായി കർത്താവിനോട് അടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെതായ നിലവാരത്തിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഞങ്ങൾ തെരഞ്ഞെടുത്തല്ല, സ്വർഗം ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഈ ഭാഗ്യ പദവിയിലാക്കി കുടുംബമായി എന്റെ 19ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. കുടുംബമായി ഞങ്ങൾ പാലക്കാട് കൃഷി സൗത്ത് സെന്ററിനോടുള്ള ബന്ധത്തിൽ മണ്ണാർക്കാട് പെരുമ്പഴാലി എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുന്നു. എന്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാൽ ഞങ്ങൾ ആരും അവിടെയില്ല. ഞങ്ങൾ 3 പേരും കർത്താവിന്റെ വേലയിൽ എന്റെ സഹോദരങ്ങൾ 2 പേരുമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി കൽവരി കൃഷിയാഗമായ കർത്താവിനെ ഉയർത്തുവാൻ ഈ സന്ധ്യാസമയം ഞാൻ വിനിയോഗിക്കുന്നതിൽ വളരെ സന്തോഷമാണ്. ലോകത്തിൽ ഒത്തിരി ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് നമ്മുടെ ഇടയിലുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവാദപടത്തിലായിരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ദൈവം നമുക്ക് സകലതും ദാനമായി നൽകിയെങ്കിലും തന്റേതായ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് മധുരങ്ങളെ തുറക്കുന്ന ദൈവവൈദ്യരെ ഒരു ഹാമാന്റെ ഭാര്യ ഇപ്രകാരം പറഞ്ഞു, നീ പദ്ധതികളൊക്കെ തയ്യാറാക്കിക്കോ, പക്ഷെ അവൻ യഹൂദ വംശജനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. അവൻ പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്ന ദൈവവൈദ്യരെ തന്റെ ആരാധന നടുവിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഇന്നലകളിൽ നിന്നെ ഭരിച്ച അന്ധകാരത്തിന്റെ ശക്തിക്ക് അവൻ ഇതിനകത്ത് പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവാത്മാവിന്റെ ഒരു സാന്നിധ്യം ഇതിന് നടുവിൽ ഇറങ്ങി വരുന്നുണ്ട്. കാരണം മരണത്തെ ജയിച്ചവൻ പാതാള ഗോപുരങ്ങളെ തകർത്തവന്റെ മക്കളാ നമ്മൾ. അവന്റെ സാന്നിധ്യം ഇതിന് നടുവിൽ ഉള്ളാത്തോളം കാലം ഒരു ശത്രുവിന് ഇതിനെ തകർക്കുവാൻ കഴിയത്തില്ല. ലോകത്തിന്റെ ശരീരത്തിലുണ്ടാകാം മരണത്തെ ജയിച്ചവൻ ഇതിന് നടുവിലുള്ളപ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? നിനക്ക് വേണ്ടി ഒരുവരിതാ ഇടിവിൽ നിൽക്കുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനെ, ആരാധിച്ച ദൈവവൈദ്യനെ തടസ്സമായി ആദരിക്കുന്ന ചിലതിനെ എന്ന് മാറ്റിവെച്ച് ഇന്ന് രാത്രി സ്വർഗം നിന്റെ വേദനയെ നിവൃത്തമാക്കി മാറ്റുകയാ. ഒരു വാക്ക് ഞാൻ എടുത്തു പറഞ്ഞു, തടസ്സമായി മാറ്റിവെക്കുന്നവരെ മാറ്റുക. ദൈവിക ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ കൂടെ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നത് ദൈവത്തിനൊന്നും ഇഷ്ടമല്ല. ഞാനൊരു കാര്യം എടുത്തു പറയാം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യന് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്ന ദൈവമക്കൾ ഇതിന് പ്രാധാന്യം കൊടുക്കണം. ഇന്നലകളിൽ ലൈക്ക് അടിച്ച, ഇന്നലകളിൽ കമന്റുകൾ അടിച്ച ഒന്നും ദൈവസന്നിധി നീ ആരാധനയ്ക്കായി ഉപയോഗിക്കരുത്. ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ വരുമ്പോൾ നീ ഖണ്ഡിക്കപ്പെടരുത്. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ രാത്രിയാ, നിന്റെ വീടുകളുടെ രാത്രിയാ. ചിലതിനെ മാറ്റിവെക്കുവാൻ തയ്യാറായപ്പോൾ അബ്രഹാമിന് വേണ്ടി അബ്രഹാം വില കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഈ സമയത്ത് നിന്റെ ശരീരത്തെ നീ അനുഭവിച്ചറിയണമോ? നീ ചിലത് മാറ്റിവെച്ചേ മതിയാകുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം നാളെ ഒരു കാലഘട്ടത്തിൽ വരും. എന്നാൽ മഹത്വം ദൈവത്തിന് കൊടുക്കുക. മാധ്യമങ്ങളെ ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ വേറൊരു ഉപാധിയുമില്ല. വചനത്തിന് നീ പ്രാധാന്യം കൊടുക്കുവാൻ തയ്യാറാകട്ടെ. ആകയാൽ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് തിരിക്കാം. യോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ 6-ഉം 7-ഉം വാക്യം എന്ന് വായിച്ചാട്ട്. ആമേൻ, 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 ആമേൻ.
ഹല്ലേലൂയ. ഭക്തനായിരിക്കുന്ന ഇയ്യോബിന്റെ ജീവിതാനുഭവങ്ങളെ വ്യക്തിപരമായി അറിയാത്ത ഒരു വ്യക്തി പോലുമില്ല. തന്നതായ അനുഭവങ്ങളും അനുഭവ കഥകളും ഇന്നും ഇയ്യോബ് നവീനരായിരിക്കുന്നതായ കല്ലറകളും അതൊക്കെ പ്രശസ്തികളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. അവൻ അവിടെ ചെന്ന് കാണുന്നവർക്കൊക്കെ അറിയാം, അവൻ ഇന്നും ഇരുന്ന കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ഒട്ടകങ്ങളും അതിൻ്റെതായ ക്രമീകരണങ്ങളും എല്ലാം ആ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന കർത്താവ് അവനെ കുറിച്ച് പറയുന്നത് അവൻ ഒട്ടകം ഉണ്ടായിരുന്നെന്നല്ല, ആടുകൾ ഉണ്ടായിരുന്നെന്നല്ല, അവൻ ഒത്തിരി മൃഗസമ്പത്ത് ഉണ്ടായിരുന്നെന്നല്ല, അവൻ ഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. രാത്രി ഞാൻ പറയുന്ന ദൈവവൈദ്യരെ ഒത്തിരിയൊക്കെ സമ്പാദ്യമുണ്ടെന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവഹിത പ്രകാരം ഒരു ഹൃദയം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അങ്ങനെ ദൈവഹിത പ്രകാരം ഒരു ജീവിതം നയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എത്രയല്ല ഘോരമായ ശോധനകൾ കടന്നു വന്നാലും അതിന് നടുവിൽ ജയിക്കുന്ന ഒരുവന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഈ ഒരു കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നത് ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ, ദൈവം അനുവദിക്കാതെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരികയില്ല. ഏറിയ കാറ്റിന് 2 കുരുവിന്റെ വെക്കുകയോ അവൻ ഒന്നുപോലും എന്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുന്നില്ലെന്ന് പറയുന്നെങ്കിൽ, നിങ്ങളുടെ മുടികളെല്ലാം എണ്ണപ്പെട്ടതാണെന്ന് പറയുന്നെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ നീ അനുഭവിക്കുന്ന കഷ്ടത അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഏകദേശം 1400 വർഷങ്ങൾ കൊണ്ട് 40 വരെ എഴുത്തുകാരാൽ വളരെ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനത്തെ കുറിച്ച് വചനം വ്യക്തമായി ഇങ്ങനെ പറയുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രികമാണ്. അതുകൊണ്ട് മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ ഇത് പ്രയോജനമുള്ളതാ. അതുകൊണ്ട് ഈ വചനം എടുത്ത് പ്രയോഗിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയെല്ലാം മടങ്ങി വരേണ്ട മണ്ഡലങ്ങളുണ്ടോ ഇന്ന് രാത്രി നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ സർവശക്തനിടയാക്കട്ടെ. ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇയ്യോബ് ഭക്തനായിരുന്നു, കഷ്ടതയിലൂടെ കടന്നുപോയി, അനേക പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു, തന്റെ സ്വന്തം എന്ന് പറയുന്ന തലമുറകൾ തനിക്ക് നഷ്ടമായി. ഇതെല്ലാം സഹിക്കാം കൂട്ടായി കൊടുത്ത ദാസിയുടേതായ കുത്തുവാക്കുകൾ അവന്റെ ജീവിതത്തിനു നേരെ കടന്നു വന്നു. എങ്കിലും മറ്റൊരുവനെ പഴിചാരാതെ ദൈവഭക്തിയോടുകൂടെ നിലനിൽക്കുവാൻ ഒരു യോബിന് കഴിഞ്ഞു. ഹല്ലേലൂയ. നാം പലപ്പോഴും പറയാറുണ്ട്, കർത്താവ് ഇന്ന് രാത്രി വിവരിക്കാൻ സമയം പോരാ. ഹവ്വയുടെ അടുക്കൽ, ആദാമിന്റെ അടുക്കൽ വന്നിട്ട് ആദാമിനോട് ചോദിച്ചു, നിനക്ക് ഇതൊക്കെ സംഭവിച്ചെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഹവ്വ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എനിക്ക് കൂട്ടായി തന്ന കൂടെ ഇരിക്കുവാൻ തന്ന സ്ത്രീ തന്നു ഞാൻ ഭക്ഷിച്ചു. ഹല്ലേലൂയ. സ്വയമേ തെറ്റ് ചെയ്തു, സ്വയമേ ഇത് തിന്നരുതെന്ന് ഇരുവരോടും ഒന്നിച്ച് കൽപ്പിച്ച കാര്യം ചെയ്തപ്പോൾ മറ്റൊരു ഉപാധി പറയുകയാണ്, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്നൊരു സ്ത്രീ. സ്ത്രീയെ കുറിച്ച് പറയിക്കുമ്പോൾ എന്തിനാ കർത്താവ് സ്ത്രീയെ സൃഷ്ടിച്ചത്? പണ്ടത് ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവര് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടെങ്കിൽ എവിടുന്ന ഈ കന്യകാമച്ചി ഉരുവായി വന്നത്? ഞാൻ പറയട്ടെ ദൈവവൈദ്യരെ, ഇന്നാളെ ഒരു കാലഘട്ടത്തിൽ അത് വരുന്ന തലമുറയിൽ കന്യകയായി നീ മാറി, കന്യാസ്ത്രീയായി മാറി നിന്റെ ജീവിതം നയിക്കുമ്പോൾ നിനക്ക് ശേഷം ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലമുറയില്ല. ദൈവം കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് കുടുംബസ്ഥമായി അല്ലെങ്കിൽ ഭർത്താവിന് കൂട്ടായി ഒരു ഭാര്യയെ കൊടുത്തിരിക്കുന്നത്. 2 എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവർ കുടുംബമായി വർദ്ധിച്ചു പെരുകണം. ഞാൻ പറയാം, 3 സാമുദായിക മുസ്ലിം കുടുംബങ്ങൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ മറ്റു ഭാഗത്ത് നമ്മുടെ ക്രിസ്ത്യാനികളായ 100 പേർ താമസിച്ചാൽ അവർ 500 ആകുമ്പോഴും നമ്മൾ 100 നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് സഭയിൽ ഇത്രയും വലിയൊരു സഭയിൽ ഇത്രയും കുഞ്ഞുങ്ങളെ ഉള്ളൂ? ഞാൻ പറയാം, ദൈവം നമുക്ക് ശേഷം നമ്മുടെ തലമുറകൾ ഈ ഭൂമിയിൽ വർദ്ധിക്കുവാനാണ് ദൈവത്തിന് ആഗ്രഹം. നീതിമാനായിരിക്കുന്ന നോഹിയോട് അവൻ പ്രളയത്തിന് മുമ്പേ സകലതും നഷ്ടമായി പോയ ശേഷം കർത്താവ് പറഞ്ഞു, നിന്റെ സന്താനം ഭൂമിയിൽ വർദ്ധിച്ചു പെരുകട്ടെ. നീതിമാന്റെ തലമുറയെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിന്റെ സൗന്ദര്യം നോക്കി, നിന്റെ ശരീരഘടന നോക്കി തലമുറയെ തുച്ഛമായി തള്ളിക്കളയരുത്. ദൈവം തലമുറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
ഹല്ലേലൂയ. അപ്പം ദൈവമേ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്? മനുഷ്യന് തക്ക തുണയായിരിക്കേണ്ടതിന് വേണ്ടിയാ. എന്നാൽ ഈ തക്ക തുണയായിരിക്കേണ്ട സ്ത്രീ കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ, അവൻ ചാരത്തിൽ ഇരിക്കുന്നവരോട് പറയുക, നീ നിന്റെ പറ്റി എന്തിനാ മുറുകെ പിടിച്ചുകൊള്ളുന്നത്? നീ തന്നെത്താൻ ത്യജിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചു കളക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലപ്പോഴും നിനക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത ഒരു പ്രതികൂലമാണ് നിന്റെ ഭവനത്തിന്റെ ഉൾത്തടത്തിൽ നിന്ന് വെളിപ്പെടുന്ന ചില പ്രത്യേക വാക്കുകൾ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന ദൈവവൈദ്യരെ, ആരെല്ലാം നിന്റെ കുടുംബത്തിന്റെ അകത്തു നിന്റെ കുത്തുവാക്കുകൾ പറഞ്ഞ് അവനെ ചിലർക്ക് കേൾപ്പിച്ചാലും, ഒരു അന്നയെ പോലെ നീ ദൈവിക വാക്തത്വത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ, അവൻ പിടിക്കുന്നവരാണെങ്കിൽ, ഒരു ശത്രുവിന് നിന്റെ മേൽ ജയിക്കുവാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ല. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. യോബ് തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. ആരെല്ലാം എന്തെല്ലാം പറയട്ടെ, ജീവിതത്തിൽ ഇല്ലായ്മകളുടെ വലിയൊരു ലിസ്റ്റ് കടന്നു വരട്ടെ, അവനറിയാം ഒന്നുമില്ലായ്മ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ ഇന്നലകളിൽ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, ഇതെല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാ. ഇന്നിനെ നഷ്ടപ്പെടുത്തിയാലും ഇതിന് 100 മടങ്ങ് തരുവാൻ കഴിവുള്ളവനെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. ചിലരൊക്കെ സമ്പത്തിനു വേണ്ടി, ആദായ സൂത്രങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളി പറയുന്നവരുണ്ട്. ഇത് രാത്രി ഞാൻ പറയട്ടെ, ദൈവവൈദ്യരെ, അവനെ കാണാൻ വന്ന സ്നേഹിതന്മാർ ഒരാഴ്ച മുഴുവൻ അവനോട് ഒരു വാക്കുപോലും പറയാതെ മിണ്ടാതിരുന്നെങ്കിൽ അവന്റെ ഖേദം എത്ര വലുതായിരുന്നു. എന്നാലും ദൈവത്തെ തള്ളിപ്പറയാതെ ഭക്തിയെ മുറുകെ പിടിച്ചവൻ അവസാനം ഇങ്ങനെ പറയുന്നു, നിനക്ക് സകലതും കഴിയുമെന്നോ, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ കഷ്ടതയിലൂടെ പോകേണ്ടി വന്നെങ്കിലും, പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും, ദേഹം ക്ഷയിച്ചെന്ന് പറഞ്ഞാലോ അതിന്റെ നടുവിൽ ഉയർപ്പിക്കുന്നവനാണല്ലോ നീയെ. രാത്രി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവിധരെ, നിന്റെ ഭക്തി നിന്റെ ആശ്രയമായിരിക്കണം. ഏത് ജീവിതത്തിന്റെ മേഖലകളിലും ശത്രു നിന്നെ വെല്ലുവിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ഒരു വ്യക്തി ക്ലെയിം ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ മുമ്പാകെ ഭക്തിയോടെ നടക്കുന്ന ഒരു ദൈവവൈദ്യനെ നിനക്ക് ഇന്ന് രാത്രി സ്വർഗം ചോദിച്ചാൽ നിനക്ക് ക്ലെയിം ചെയ്യുവാൻ എന്തുവാ നിന്റെ പക്കലുള്ളത്? ദൈവത്തോടുള്ള ഭക്തിയെ നീ മുറുകെ പിടിച്ചോ? സമുദായം നിന്നെ ചോദ്യം ചെയ്തപ്പോൾ, വ്യക്തികൾ നിന്നെ ചോദ്യം ചെയ്തപ്പോൾ, നിന്റെ ഓഫീസേഴ്സ് നിന്നെ ചോദ്യം ചെയ്തപ്പോൾ, കർത്താവിനെ നീ തള്ളി പറഞ്ഞോ? രാത്രി ദൈവം നിന്നോട് ചോദിച്ചാൽ നിന്റെ ഭക്തി നിന്റെ ആശ്രയമാണോ? ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 1-2 അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, 4 ബാലന്മാർ അവരെ പിടിച്ചുകൊണ്ട് വന്നത് കാര്യമൊക്കെ ശരിയാ, അവരെ കാര്യസ്ഥന്മാരാക്കി മാറ്റി, സകലത്തിലും അവൻ സകല ഉചിതമായത് അവർക്ക് പ്രദാനം ചെയ്തു. അവരൊരു കാര്യം പറഞ്ഞു, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടോ ആശ്രയാൽപ്പം കൊണ്ടോ ഞങ്ങളെ തന്നെ ഞങ്ങൾ മലിനമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളെയല്ല പ്രസാദിപ്പിക്കേണ്ടത്, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളാണ് പറഞ്ഞത്, കിട്ടിയ അവസരമല്ലേ. ചില ശരീരമൊക്കെ പുഷ്ടിപ്പെട്ട് ശരിയായിട്ട് കർത്താവിന് വേണ്ടി ഒത്തിരിയൊക്കെ പ്രവർത്തിക്കാം. ഒന്നുമില്ല ദൈവവൈദ്യരെ, നിന്റെ അകത്തെ പുറത്തെ മനുഷ്യൻ ശോഷിച്ചെങ്കിൽ മാത്രമേ അകത്തളത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ജഡം എപ്പോൾ ഉയരുന്നുവോ അവിടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമോ? ശരീരത്തിന്റെ ശക്തിയിത്ര കുറഞ്ഞെന്ന് പറഞ്ഞാലും യഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ കഷ്ടതയുടെ നടുവിൽ നീ നിനക്കത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഹല്ലേലൂയ. 2006 അവൻ നോയിഡയുടെ പ്രദേശത്തു നിന്ന് കർത്താവ് ശുശ്രൂഷയിലേക്ക് പാലക്കാടേക്ക് ദൈവിക നിയോഗത്താൽ വന്നു. പുതിയ പൈനീർവാക്ക് ഏറ്റെടുത്തു. അവൻ ഇന്ന് ഏകദേശം 9 വർഷം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവം ഞങ്ങളുടെ ശുശ്രൂഷകളെ നയിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് സെന്ററിൽ 15 വാക്കുകളുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാർ കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ദൈവം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. എന്നാൽ വഴി വെച്ച് ദൈവത്തെ തള്ളി പറയരുത്. ഞാൻ പറയാം, വാഴ്ത്തത്വം ഒരിക്കലും ദൈവം മറക്കത്തില്ല. എന്നാൽ നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മുടക്കം വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നീ പ്രാപിക്കേണ്ട
അനുഗ്രഹം നിന്റെ ഭവനത്തിൽ വരേണ്ടത് ഇന്ന് വരെ വന്നില്ലെങ്കിൽ മടങ്ങി വാ. നീ ദൈവത്തെ എവിടെയെല്ലാം തള്ളി പറഞ്ഞോ അവിടെയെല്ലാം മടങ്ങി വരുവാൻ ഒരു അവസരങ്ങളെ സ്വർഗ്ഗം തരുന്നുണ്ട്. കർത്താവിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഇതേനെ വെട്ടും ആളുകൾ എന്ത് ചെയ്യും? ചിതറിപ്പോവും. ഒറ്റ കാര്യം എടുത്തു പറയുക, ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞ് കൂടി കൂടുന്നതിന് മുമ്പ് 3 വർഷം നീ എന്നെ എന്ത് ചെയ്യും? തള്ളിപ്പറയും. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുന്നില്ല. ദൈവിക ആലോചനയ്ക്ക് മുമ്പേ കീഴ്പ്പെടുന്നവന് ഒരുത്തരുടെ മുമ്പിൽ മുട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. പത്രോസേ, നിന്നോട് പറഞ്ഞവൻ ശക്തനായവനാ. നീ എത്ര പ്രാഗൽഭ്യമുള്ളവനായിരിക്കട്ടെ, എത്ര ഭക്തിയുള്ളവനായിക്കൊള്ളട്ടെ, കർത്താവിനോട് കൂടെ നടക്കുന്നവനായിക്കൊള്ളട്ടെ, പക്ഷെ ഒരു കാര്യം ദൈവം പറഞ്ഞെങ്കിൽ ശത്രുവായവൻ നിനക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. പണ്ട് തന്നെ ഗോതമ്പ് മാറ്റുന്നത് പോലെ പറ്റിക്കളയുക. ശത്രു അവകാശം ചോദിച്ചപ്പോൾ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ അവൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. റോസ് പറഞ്ഞു, എന്നെ പോലും ഒരുത്തൻ കർത്താവിനെ തള്ളി പറയുമോ? ആ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ പെട്ടെന്ന്. അതിന്റെ 26-ാം അധ്യായം അതിന്റെ 35-ാമത്തെ 34-ാമത്തെ വാക്യം വരെ. ഈ രാത്രിയിൽ പോയി പോകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. ആദ്യമേ പറഞ്ഞു 33-ൽ ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറത്തില്ല. കർത്താവ് പറഞ്ഞു, ഇല്ല മകനെ, കോഴി കൂവുന്നതിന്റെ മുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും. ഹല്ലേലൂയ. ദൈവശബ്ദം ഒരു ദൈവവൈദ്യന്റെ കാതിൽ മുടങ്ങുമ്പോൾ അതിന്റെ നടുവിൽ അനുദമിക്കുവാനും കരയുവാനും ഒരുവൻ തയ്യാറായില്ലെങ്കിൽ ഈ പ്രതികൂലത്തിലൂടെ കടന്നു പോകേണ്ടി വരും. നമുക്ക് 40 വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 40-ാമത്തെ വാക്യം. പിന്നെ അവൻ അടുക്കൽ വന്ന് അതിന്റെ വായിച്ചാട്ടെ, അതിന്റെ 40-ാമത്തെ വാക്യം. ഇവിടെ കാണുന്ന അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട് പറയാം, ഒരു നാഴിക പോലും നീ എന്നോടുകൂടെ ദൂത് ഏറ്റെടുക്കാത്തവന്റെ 1-ാമത്തെ സ്റ്റെപ്പ്. ദൈവകൃപ അവനിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതിന്റെ 1-ാമത്തെ പ്രാരംഭ പടിയായി ഉറക്കം. കാരണം ആലയത്തിൽ വന്നിരുന്ന് ഉറങ്ങാമല്ലോ, ഇവിടെ സമാധാനമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് പറയുന്നു, നീ ജാഗ്രതയുള്ളവനായിരിക്കുക, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക. കാരണം ശത്രു നിന്റെ മേൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്, ശത്രു നിന്റെ ഭക്തിക്കെതിരെ വെല്ലുവിളിക്കുന്നുണ്ട്, ശത്രു നിന്റെ നിർമ്മലതയ്ക്കെതിരെ വെല്ലുവിളിക്കുന്നുണ്ട്, ശത്രു നിന്റെ വിശുദ്ധിയെ അപഹരിച്ചു കളയുവാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞു, അത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവ് പിന്നെ നോക്കുമ്പോ അതേ സ്ഥിതിയിലവന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 58-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ട് 57-ഉം 58. ആമേൻ ആമേൻ ആമേൻ. ഇവിടെ കണ്ടുകൊള്ളുന്ന പത്രോസ് ദൂരവേ, ഹല്ലേലൂയ, ആലോചന കേട്ടപ്പോൾ വീഴത്തില്ലെന്ന് പറഞ്ഞവൻ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. ഇപ്പൊ കർത്താവിനെ പിൻചെല്ലുന്നത് ദൂരവയാ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനിലൂടെ ശക്തമായ ആലോചന അഭിഷേകത്തിന് കർത്താവ് സംസാരിക്കുമ്പോൾ അതിന്റെ നടുവിൽ മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യം, ഇപ്പൊ അകലം വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരായി അവൻ മാറി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണുന്നത് അതിന്റെ 69-ാമത്തെ വാക്യം. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും. അടുത്ത വാക്യത്തിൽ കാണുന്നത്, നീ പറയുന്നതൊന്നും എനിക്ക്, ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും തള്ളി പറയത്തില്ല, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞവൻ ഒരു വേലക്കാരത്തിയുടെ മുമ്പിൽ കർത്താവിനെ തള്ളി പറയുക.
ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? നീ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവേ എന്റെ ഭക്തി നഷ്ടപ്പെട്ടു പോകാതെ, എന്റെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതെ, ദൈവത്തോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ, എന്റെ ഹൃദയത്തെ ശക്തീകരിക്കണമേ എന്ന് നീ പറയുവാൻ, സമർപ്പിക്കുവാൻ തയ്യാറായാൽ ശത്രു നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആലോചനയൊക്കെ കാര്യമൊക്കെ ശരിയാ, പക്ഷെ ദൂരമേ അനുഗമിച്ചവൻ വേലക്കാരുടെ മുമ്പിൽ തള്ളി പറഞ്ഞു. രണ്ടാമത് 72-ാമത്തെ വാക്യം, 71-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇപ്പൊ കേട്ടോണം, മൂന്നാമത്തെ പിൻമാറ്റം എന്ന് പറയുന്ന, 4-ാമത്തെ പിൻമാറ്റം എന്ന് പറയുന്നത്, ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവം ഇതിലെ അവ പറഞ്ഞ വാക്കുകൾക്ക് വലിയോ പുള്ളിയോ മാറ്റം വരത്തില്ല. എന്നാൽ നീ ഉണർന്നിരിക്കുന്നെങ്കിൽ നിന്റെ ഭവനത്തിൽ അനർത്ഥം വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ശുശ്രൂഷയ്ക്ക് മുടക്കം വരുത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് ശക്തമായ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി കണ്ടവനാണ്. അവരോട് ദൈവിക ആലോചന പറഞ്ഞപ്പോൾ എന്നെ പോലൊരുത്തൻ വീഴുമോ എന്ന് ഞാൻ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. അവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ ആര് മനസ്സ് വെക്കുന്നുവോ അവനെ കൈവിടാത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രധാനപ്പെട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ കാണുന്നു, അവൻ 74-ല് അവൻ അത് അറിയുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ കാണുന്നത്, ഞാൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഇപ്പൊ എന്തോ ഒരു പിന്മാറ്റമാണ്. അവന്റെ സ്ഥിതി എവിടെ നിന്ന് എവിടേക്ക് മാറി. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നിന്റെ ഭക്തി നിന്റെ ആശ്രയമാ. നീ കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ, ഒരു ബാല്യക്കാരന്റെ മുമ്പിൽ പോലും നിനക്ക് അവനെ തുറന്നു പറയുവാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതമായി സംസാരിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ഈ കമ്പനി എന്നോട് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ പറഞ്ഞു, എന്നോട് ഒരാൾ പറഞ്ഞത്, സഹോദര, ഇന്നുവരെ ഞാൻ ഈ കമ്പനി ബന്ധിക്കോസുകാരൻ അറിയത്തില്ല, ഇനിയും നിങ്ങളായിട്ടത് പറഞ്ഞു കളയരുത്. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നമ്മൾ ആരാണെന്ന് ലോകമറിയണം. നിന്റെ ഭക്തി എന്താണെന്ന് ലോകമറിയണം. നീ സേവിക്കുന്ന ദൈവമാരാണെന്ന് ലോകമറിയണം. ഭക്തിയോട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവൈദ്യരെ, നിനക്ക് ശോധനകളുണ്ട്, വെല്ലുവിളികളുണ്ട്. ശുശ്രൂഷയെ ചോദ്യം ചെയ്യുവാൻ പിശാച് ചില പദ്ധതികൾ കൊണ്ടുവന്ന് നിർത്തും. ഞാൻ ഒരിടത്ത് ആ വിഷയം അവതരിപ്പിച്ചു. എന്റെ സഭയിൽ പുതിയതായിട്ട് 10-28 കിലോമീറ്റർ അകലെ ഒരു സഹോദരൻ വഴി ചോദിച്ച് ആരോ നമ്പർ കൊടുത്ത് വരുന്നുണ്ട്. 1-ാമത്തെ ആഴ്ച വന്നു, 2-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വന്നു. താനിങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറഞ്ഞു. തന്റെ ഭാര്യ പ്രഗ്നന്റാ. അടുത്ത ദിവസം പിശാച് പറഞ്ഞു, നീ അങ്ങോട്ട് പറ, പാസ്റ്ററോട് പറ, എന്റെ വയറ്റിലുള്ളത് എനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാ, നീ എല്ലാവരോടും പറഞ്ഞോളാൻ പറഞ്ഞു. എന്നെ വിളിച്ചു, പാസ്റ്ററെ, ഞാൻ വന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം, എനിക്കൊരു ആൺകുഞ്ഞിനെയാ ജനിക്കാൻ പോകുന്നത്. ദൈവാത്മാവനോട് പറഞ്ഞു, നീ അതിന് യേശു വെക്കരുത്. ദൈവം തരുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനോഭാവം നിന്റെ മനസ്സിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം എന്നെ ഓർപ്പിച്ചു. ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ സഹോദരനോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം എന്റെ ഹൃദയം, ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം സംസാരിച്ചതാണെങ്കിൽ നിന്റെ ഭവനത്തിൽ വന്നു ചേരേണ്ടത് വന്നു ചേരും. നമ്മുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുവാൻ പിശാച് ചിലത് കൊണ്ടുവരും. ചിലത് കർത്താവിന്റെ കൃപയിൽ മുൻപിൽ നിൽക്കുന്നെന്ന് കാണുമ്പോൾ നിന്റെ വിശ്വാസത്തിന് വെല്ലുവിളി ഉയർത്തുവാൻ ചിലത് കൊണ്ടുവരും. എന്നാൽ നീ ദൈവവൈദ്യനാണെങ്കിൽ ദൈവഹിതമുള്ളത് മാത്രമേ അവന്റെ ഭവനത്തിൽ നിറവേറത്തുള്ളൂ നീ പറയുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മുടെ കമ്പനി പല വിഷയങ്ങൾ പറയും, പ്രാർത്ഥിക്കാൻ പറയും. അച്ഛൻ പ്രാർത്ഥിച്ചത് ഇങ്ങനായോ? നീ എന്തുവാ പ്രാർത്ഥിച്ചത്? ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉചിതമായത് ചെയ്യും. പല ജീവിതങ്ങളും കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനകൾ ഏറ്റെടുത്തിട്ട് ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന മേഖലകളോട് ഇന്ന് പലക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി പറയുക, നീ അവന്റെ ഹിതത്തിനു വേണ്ടി എന്ന് സമർപ്പിക്കുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുവാൻ ആര് തയ്യാറാകുമോ?
നിന്റെ കഷ്ടതയുടെ നടുവിൽ അത് നിന്റെ ആശ്രയമാണ്. 4 ബാലന്മാർ അങ്ങനെ അവൻ രാജാവിന്റെ ഭോജനം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അവരെ തന്നെ അശുദ്ധമാക്കാതെ ദൈവകൃപയിൽ ശക്തിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ അവൻ 10 ദിവസം അവരെ പരീക്ഷിക്കുവാൻ ഏൽപ്പിച്ചു. എന്നാൽ അവിടെ വായിക്കുന്ന ഒരു കാര്യം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ദാനിയേലിന്റെ പുസ്തകം പ്രവചന പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം 1:15. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെയും മാംസപുഷ്ടിയുള്ളവരുമെന്ന് കണ്ട് അങ്ങനെ മനുഷ്യർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ട വീഞ്ഞും നീക്കി അവർക്ക് ശാപവാസം കൊടുത്തു. ഈ 17-ാമത്തെ വാക്യങ്ങളെ ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. ആമേൻ. ഇവിടെ കണ്ടുകൊള്ളണം, ലോകപ്രകാരമുള്ള ആരോഗ്യം കൊണ്ട് ദൈവിക ദർശനം നിനക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. ഭക്തിയോട് ജീവിക്കുന്ന ദൈവവൈദ്യരെ നീ ദേശത്ത് ഇവിടെ കടന്നു വന്ന് ചിലതൊക്കെ നിന്റെ കഴിവ് കൊണ്ട് നേടാമെന്ന് ചിന്തിക്കരുത്. ആത്മസാന്നിധ്യത്തോട് ചിലതിനെ വേറിട്ട് നിന്ന് ആത്മനിയോഗം നീ പ്രാപിച്ചെടുക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപ നീ പ്രാപിച്ചെടുക്കുവാൻ, അത്യുന്നതനായ ശക്തി നിന്റെ മേൽ നിലനിടുവാൻ നീ കാത്തിരുന്നെങ്കിൽ മാത്രമേ സ്വർഗീയ ദർശനം നിന്റെ ഉള്ളിൽ കടന്നു വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ കണ്ടുകൊള്ളണം, അവർക്കറിയാം ഈ രാജ്യത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടേതായ രാജാവിന്റെ ഭോജനം ഞങ്ങളെ നിലനിർത്തത്തില്ല. രാജാവിൻ്റെതായ മറ്റ് വീഞ്ഞുകൾ കൊണ്ട് ഞങ്ങൾ കാര്യമില്ല. ആത്മനിയോഗം പ്രാപിച്ചവർ പറഞ്ഞു, ഉയരത്തിലെ ശക്തിയത്രേ ഞങ്ങൾക്ക് ആവശ്യം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ശരീരത്തിന്റെ പുഷ്ടി കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് ആത്മാവിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരുവനിവിടെ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, മറ്റി എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ 6-ാം മാസം ദൈവത്തിന് വല്ല കാര്യവും അസാധ്യമായിട്ടുണ്ടോ? ജീവിതത്തിന്റെ മേഖലകളിൽ അറിഞ്ഞു വെച്ചിരിക്കുന്ന ദൈവവൈദ്യനെ അവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. നീ അവന്റെ സന്നിധി ഭക്തിയോടെ നിലനിൽക്കുവാൻ തയ്യാറാക. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം തന്നെ ഓർപ്പിച്ചൊരു വചനമാണ്. എന്നാൽ അതിൽ വിഷയം മാത്രം ഞാൻ ടച്ച് ചെയ്ത് പോയെന്നേ ഉള്ളൂ. മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ 6-ാം മാസം ദൈവവൈദ്യനെ നീ പ്രതീക്ഷിക്കുന്നതിന് അപ്രകാരമായി എവിടെയെല്ലാം സാധ്യതയില്ലെന്ന് പറഞ്ഞുവോ നീ കർത്താവിന്റെ സന്നിധിയിൽ ക്ലെയിം ചെയ്യുവാൻ തയ്യാറാകുക. കർത്താവേ, എന്റെ നടപ്പ് നിന്റെ ചുവടിലായിരുന്നു, ഞാൻ നിന്നോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ഹല്ലേലൂയ, എന്താ സംഭവിച്ചത്? 4 ബാലന്മാർക്ക് ദൈവം സ്വർഗീയ ദർശനങ്ങളും അവൻ ഞാനിതായിരിക്കുന്ന ഗുപ്തവും നിപുണമായ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത ദിവസം വലിയൊരു പ്രശ്നമായ രാജ്യത്ത് സംഭവിക്കുക. രാജാവിന് ഒരു സ്വപ്നം കണ്ടു. വിവേചിക്കുവാൻ വിവേചികളായ ആരുമില്ല. കഴിച്ചു കൊടുത്തവന്മാർ ഭക്ഷണം കഴിച്ചവർ രാത്രിയും പകലും വരുന്ന രാജാവ് നോക്കുമ്പോൾ സുന്ദരമായ മുഖം കാണണമെന്ന് പറഞ്ഞ് മത്സരിച്ച് കഴിച്ചവർ രാവിലെ എഴുന്നേറ്റ് വന്നു. പല വിദ്വാൻമാരെല്ലാം വന്നു. അവർക്കാർക്കും ഒരു ദർശനവും വെളിപ്പെടുന്നില്ല. എന്നാൽ പ്രാർത്ഥിച്ച ചിലതിൽ നിന്ന് വേറിട്ട് നിന്ന, വിശുദ്ധിക്ക് വേണ്ടി നിന്ന, ഭക്തിക്ക് വേണ്ടി നിന്ന ബാലന്മാരുടെ ഉള്ളിൽ ദൈവം ദർശനം പകർന്നു. ഒരു കന്യകമാർക്ക് ചെയ്യുവാൻ കഴിയാത്തത്, ഒരു പ്രവാചകന് ചെയ്യാൻ കഴിയാത്തത് ആത്മനിയോഗമുള്ള നിന്നെ കൊണ്ട് ഈ പട്ടണത്തിൽ ദൈവത്തിന് ചെയ്യിപ്പിക്കുവാനുണ്ട്. ശരീരത്തിന്റെ പ്രാധാന്യമൊക്കെ വെച്ച ദൈവഭക്തിക്ക് വേണ്ടി ചില വിലവെടുക്കുവാൻ തയ്യാറായ ഈ പട്ടണത്തിൽ നിന്റെ കയ്യിൽ ചെറുത് വെക്കണ ദൈവത്തിന് ഏൽപ്പിക്കുവാനുണ്ട്. എപ്പോൾ എന്റെ ശുശ്രൂഷ വെളിപ്പെട്ടു വരുമെന്ന് ചോദിച്ച് നാളുകളായി നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ചിലതിൽ നിന്ന് വേറിട്ട് നിൽക്കുക. ഇന്ന് രാത്രി സ്വർഗം നിന്നോട് സംസാരിക്കുന്നത് നിന്നെ ദൈവത്തിന് പണിയുവാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവവൈദ്യരെ ദർശനം വിവേചിക്കുവാൻ ആരുമില്ല എന്ന ഭക്തിക്ക് വേണ്ടി നിന്ന ഒരുവന്റെ ഉള്ളിൽ സ്വർഗത്തിലെ അപ്പച്ചന്റെ ചാട്ട് വെളിപ്പെട്ടു. അവൻ ദർശനം വിഭജിക്കുക. മറുഭാഗത്ത് കൊലപാതകത്തിന്റെ ലിസ്റ്റ് വിധിക്കപ്പെടുമ്പോൾ, കഴിച്ചു കൊടുത്തവന്റെ മേൽ കൊലപാതകത്തിന്റെ പേര് പറയപ്പെടുമ്പോൾ, ആരാധിച്ച് ബലപ്പെട്ട ആത്മാവിൽ പുഷ്ടി പ്രാപിച്ച് ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചവന്റെ മേൽ സ്വർഗീയ ദർശനം ഇറങ്ങുകയാ. ഈ ഇന്ന് രാത്രിയിലെ ഈ പ്രത്യേക ആരാധന നിന്റെ ജീവിതത്തിൽ ആത്മീക പുഷ്ടിയുള്ളതായി മാറട്ടെ. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവവൈദ്യരെ
നാം ആയിരിക്കുന്ന മേഖലകളിൽ നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. രണ്ടാമത് പറഞ്ഞ ഭക്തിയോട് അവരുടെ ആ ഭക്തി രാജാവിന്റെ നിയമത്തെ ഭേദിച്ചുകൊണ്ട് അവിടെ സിംഹത്തിന്റെ ഗുഹയിൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. എരിയുന്ന തീച്ചുളയിൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. 3 ബാലന്മാരെയല്ല ഇട്ടത്, 4ാമതായി ഒരുവനെ കാണുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമാ. നീ വേറിട്ട് നിൽക്കുവാൻ തയ്യാറാകുമോ? എന്റെ യേശു നിന്നോട് കൂടെ ഇറങ്ങി വരുമോ? അശുദ്ധി അവൻ വെറുപ്പാണ്, അവൻ പാപത്തെ വെറുക്കുന്നവനാണ്. ഇതാ എന്റെ കർത്താവ് 2ാമതായി വേഗം വരുവാൻ സമയമായി. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ എന്റെ അരുമനാഥൻ കടന്നു വരുവാൻ സമയമായി. ഈ ദിവസങ്ങളിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. എല്ലാം ചെയ്തിട്ട് ദൈവം എന്റെ ദൈവമാണ്, എന്നിട്ട് എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? അവൻ അശുദ്ധി ഇഷ്ടപ്പെടുന്നവനല്ല. നിന്നോടുകൂടെ ഇന്ന് രാത്രിയിൽ അവന് വരുവാൻ ആഗ്രഹമുണ്ട്. നിന്റെ ഭവനത്തിൽ ചിലത് ചെയ്യുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ അശുദ്ധനല്ല, അവൻ ശുദ്ധിമാനാ, അവൻ വിശുദ്ധനാ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. അതുകൊണ്ട് നമ്മളെ തന്നെ നിർമ്മലീകരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഒരു കാലത്തിനെ കുറിച്ച് വചനം ഇങ്ങനെയാ പറയുന്നത്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്നു, എന്നോട് കൂടെ ഉള്ള ജനം, ഇറങ്ങിയ ജനം, എന്റെ ജനം എല്ലാം അതിന്റെ ഹൃദയമെല്ലാം എന്ത് ചെയ്തു? ഉരുക്കുമാറാക്കി. ആമേ. എങ്കിലും നിന്നെ അവൻ കാലം എന്ത് ചെയ്തു? യഹോവയോട് പറ്റിച്ചേർന്നു നിന്നു. ആമേ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 40-ാം വയസ്സിൽ കൊടുത്ത പ്രവചനം, ആമേ, 40-ാം വയസ്സിൽ ദാനമായി കൊടുക്കുമെന്ന് പറഞ്ഞ ഭൂമി നിനക്കും നിന്റെ തലമുറയ്ക്കും അവകാശമായി കിട്ടുമെന്ന് പറഞ്ഞത് ഭക്തിയോട് നിന്ന പുരുഷൻ 45-ാമത്തെ 85-ാമത്തെ വയസ്സിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് എന്നെ അയച്ച നാളിലെ പോലെ, ആ ദിവസങ്ങളിലെ പോലെ, മോശയെ തിരഞ്ഞെടുത്ത നാളിലെ പോലെ ഇന്നും എനിക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആകയാൽ ആ മല എനിക്ക് തരാനാ പറയുന്നത്. 40-ാം വർഷത്തിൽ കേട്ട പ്രവചനം 85 വയസ്സായപ്പോഴോ അവൻ പറയുന്നു, എന്റെ ഉള്ളിൽ നിന്ന് ചൈതന്യം നഷ്ടപ്പെട്ടിട്ടില്ല. ആത്മനിയോഗം പ്രാപിച്ച ദൈവവൈദ്യരെ, ആത്മനിയോഗത്തോടെ നീ പട്ടണത്തിൽ വന്നെങ്കിലോ ഇന്നും നിന്റെ ഉള്ളിൽ ആത്മനിയോഗം ഉണ്ടെങ്കിൽ നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ നിരാശയോട് നിന്നെ മടക്കി അയക്കത്തില്ല. നിന്റെ മേൽ ദൈവകൃപ പകരുവാനുള്ള ശക്തന. ചില മലകളെയൊക്കെ വെട്ടിപ്പിടിക്കുവാൻ ദൈവ ദിവസങ്ങളിൽ അഭിഷിക്തനെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ചില അലക്ഷ്യ മണ്ടന്മാർ അവിടെ ഉണ്ട്, അതറിയാം. പക്ഷെ അതിനോട് പൊരുതുവാനുള്ള ആത്മനിയോഗ ദിവസങ്ങൾ ഏറ്റെടുക്കുക. ചില ജീവിതങ്ങളെക്കാൾ സ്വർഗം ഈ ദിവസങ്ങളിൽ വേർതിരിക്കാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. ഭക്തിയുള്ളവൻ പറ്റിച്ചേർന്ന് നിൽക്കുമോ? ഭക്തിയുള്ളവൻ ദൈവത്തിന് വിരോധമായിട്ടുള്ള പിശാചിനോട് കോംപ്രമൈസ് ചെയ്യത്തില്ല. അവസാനമായി കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? അതിനെ കുറിച്ച് പഠിക്കുന്നത്, അവൻ മരിക്കത്തക്ക രോഗം പിടിച്ചു, അവൻ മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. യെശയ്യാ പുസ്തകം 38-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവാചക പുസ്തകം 38-ാമതിൽ കടന്നു വരുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അവൻ മരിച്ചു പോകും നിശ്ചയമാണ്. ദൈവാത്മാവ് അവനോട് ആ ദൈവം ആ ശബ്ദം അവനെ കേൾപ്പിച്ചു. എന്നാൽ അത് 2-ാമത്തെ ആ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ പറയുക, മരണദൂതൻ വന്ന് വെല്ലുവിളിക്കുമ്പോൾ ചുമലിന് നേരെ മുഖം തിരിച്ചു. ചെയ്തുപോയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അപ്പ? എന്റെ ജീവിതത്തിൽ കർത്താവേ എന്നോട് മരണവിധമായ ദൂത് പറയത്തക്ക നിലവാരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അവനവനെ ശോധന ചെയ്തിട്ട്, ഒരു ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് പോലെ ദൈവത്തോട് പറയുക, അവന്റെ പ്രാഗത്യം ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്നതെന്ന് ഓർക്കണമേ. ഇന്ന് രാത്രി നിനക്ക് പ്രാഗത്യമുണ്ടോ ദൈവമക്കളെ? ദൈവം നിന്റെ മുമ്പിൽ ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ എന്താ ക്ലെയിം ചെയ്യുവാൻ നിന്റെ പക്കലുള്ളത്? ഈ രാജ്യത്ത് വന്നിട്ട് എത്രയോ വർഷങ്ങളായി. എന്റെ കർത്താവിന്റെ സന്നിധി ഭക്തിയോട് നിൽക്കുവാൻ കഴിഞ്ഞോ? അത് നിന്റെ ആശ്രയമാണോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയാണോ? ഹല്ലേലൂയ.
ഒരു പക്ഷെങ്കിൽ അപ്പൻ അറിയത്തില്ല, അമ്മയ്ക്ക് അറിയത്തില്ല, സഹോദരങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ നിന്റെ നടപ്പറിയുന്നവൻ സ്വർഗമാണ്. നിത്യാവേ, നീ ഏത് കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോ, എന്നാൽ നിന്റെ നടപ്പ് നിർമ്മലതയുള്ളതാണെങ്കിൽ നിന്നെ നയിക്കുന്ന ഒരു കർത്താവ് നിന്റെ മുമ്പിലുണ്ട്. നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. കാണുന്ന രോഗമുണ്ട്, നിന്നോട് പറയും നിന്റെ ആയുസ്സിൽ നിനക്ക് പൂർണ്ണത വെളിപ്പെടുത്തി നിന്റെ നന്മ കാണുമെന്ന് നീ കഴിയത്തില്ല. ഞാൻ എപ്പോഴും ആ വിഷയത്തെ ഇങ്ങനെ പറയാറുണ്ട്. നാം കുഞ്ഞുങ്ങളായിരുന്നു, നമ്മൾ വലുതായി, അതിനുശേഷം അപ്പനായി, ഭർത്താവായി, അപ്പനായി, അതിനുശേഷം വെല്ലിപ്പച്ചനായി. പക്ഷെ നിന്നെ വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഇന്നും നീ ഒരു കുഞ്ഞു മാത്രമാണ്. നിന്റെ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പേ അബ്രഹാമിനോട് 75-ാം വയസ്സിൽ അരുളി ചെയ്തത്, അവന്റെ ആയുസ് അസ്തമിക്കുന്നതിന് മുമ്പ് ദൈവിക വാഗ്ദത്തങ്ങളെ അവന് നിവർത്തിച്ചു കൊടുത്ത ദൈവമാണെങ്കിൽ നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ച സകല വാഗ്ദത്തങ്ങളോ നിന്റെ ആയുസ്സിൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം നിന്നെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. ഇത് പറയുന്ന എന്റെ നടപ്പ്, നീ എന്റെ രാത്രിയിലൊക്കെ ശോധന ചെയ്തു, എന്റെ നടപ്പ് നിന്റെ കാഴ്ചപ്പാടുകളിൽ തന്നെയായിരുന്നു. ഇത് പകരക്കാരൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം ഇതിനെ ഇത് നടപ്പ് കർത്താവിന്റെ സന്നിധി നിർമ്മലതയുള്ളതാണെങ്കിൽ, വിധിയെഴുത്തുകൾ ഒരു ഭാഗത്തൂടെ വിധി എഴുതുമ്പോൾ, ഒരു മോർദെഖായിക്കെതിരെ കടുകുമരം ഉയരുമ്പോൾ, മറുഭാഗത്ത് മാനിക്കുവാനുള്ള പദ്ധതി സ്വർഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. നിന്റെ നടപ്പിന്റെ നിർമ്മലത ഇന്ന് രാത്രി എന്ന് അവൻ നിനക്ക് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ, നാം സേവിക്കുന്ന കർത്താവ് വലിയവനാണ്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനെക്കുറിച്ച് 3 S എന്നുള്ള രീതിയിലാണ് വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ S സ്റ്റോൺ കൊണ്ടുവന്നെ കർത്താവിന്റെ കല്ലറയ്ക്കൽ വെച്ചു. രണ്ടാമത്തെ S സീല് കൊണ്ടുവന്നെ കർത്താവിന്റെ കല്ലറയ്ക്കൽ മുദ്ര വെച്ചു. മൂന്നാമത്തെ S സോൾഡിയേഴ്സിനെ ആക്കി. ഇത് 3ഉം സമ്മേളിച്ച് നിൽക്കുമ്പോൾ തന്നെ അകത്തളത്തൊരു ഉയർപ്പ് നടന്നു. പുറമെ ചില മുദ്രകൾ നിൽക്കുമ്പോൾ തന്നെ അവൻ ഉയർത്തുന്നൊരു ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, അവൻ നിന്റെ പുറമെയുള്ള ലേവലുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നിന്നെ ഉയർപ്പിക്കുന്നവന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. അവനെ പറയുന്നു, മരണവാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നാം അവന്റെ മക്കളാണെങ്കിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ നിന്നെ അകറ്റുന്നുണ്ടോ, നിന്നെ അകത്തിരിക്കുന്ന ശക്തി, ഈ അകറ്റുന്ന ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ ഇത് വരേണ്ടത്. ഇത് മൺകൂടാരങ്ങളിൽ പകരപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അത് ജീവനുള്ളതെല്ലാം ആത്മനിറവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. നിന്റെ അകത്ത് ചില ഉയർപ്പിന്റെ രാത്രി ദൈവം ചെയ്യുക. മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ നടപ്പ് വിശ്വസ്തോടെയാണെങ്കിൽ യോവേ, ഭാര്യ എതിര് നിൽക്കട്ടെ, നിന്നെ ഉയർപ്പിക്കുന്നവൻ ജീവിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് ഭക്തൻ പറയുന്നത്. ആരെല്ലാം നിനക്കെതിരെ വിധി എഴുതട്ടെ, ഒരു കാലയവിന് അവകാശമായി തരുന്ന ചില പൊസിഷനുകളും അതിന്റെ പദവികളോ അതിന്റെ മാന്യതകളും അതിന്റെ അധികാരങ്ങളും ഇനിമേൽ തന്നു മാനിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവാത്മാവിന്റെ തോത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഭക്തിയുള്ള പുരുഷന്മാർ നേരിട്ട് നിന്നു, ഭക്തിയുള്ള പുരുഷന്മാർ പറ്റിച്ചേർന്ന് നിന്നു, ഭക്തിയുള്ള പുരുഷന്മാർ സംഖ്യത ചെയ്യുവാൻ തീരുമാനിച്ചില്ല. അവരെരിയുന്ന തീച്ചുളയിലും ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ന്റെ നടപ്പ് നിർമ്മലതയോടുകൂടി ഉള്ളതായതുകൊണ്ട് അവന്റെ ആയുസ്സിന്റെ അധ്യായത്തിലത് ശത്രുവായവനവനെ തകർത്തുകളെ അവൻ ദൈവം തന്നെ ആരപ്പാട് പറഞ്ഞു, നീ തകർന്നു പോകും, നിന്റെ ജീവിതം ഇവിടെ അസ്തമിച്ചു. എന്നാൽ അവന് ക്ലെയിം ചെയ്യുവാൻ ചിലത് അവന്റെ മക്കളുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഈ പട്ടണത്തിലായിരിക്കുന്ന ദൈവം ഇതിനെ നിന്റെ പ്രാർത്ഥന എപ്രകാരമുള്ളതാ, നിന്റെ ആരാധന എപ്രകാരമുള്ളതാ, നിന്റെ വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ളതാണോ? ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങിയാൽ നിനക്ക് എന്താ ക്ലെയിം ചെയ്യാനുള്ളത്? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ. എന്റെ ദൈവം വിശുദ്ധനാണ്, എന്റെ ദൈവം നീതിമാനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. സഭാപ്രസംഗി 12 അവസാന വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, എല്ലാത്തിന്റെ സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഇതുകൊണ്ട് ആ ദൈവം നല്ലതും ധീരമായ സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവത്തിനെ അടച്ചാൽ
നിനക്ക് നിന്റെ വലിപ്പം അറിയത്തില്ല. എപ്പോഴും ഞാൻ ഓർപ്പിക്കാറുള്ളതാ, ആനയ്ക്ക് അതിന്റെ ചെവിയുടെ പരിധി കൊണ്ട് അതിന്റെ ശരീരഭാഗം കാണുവാൻ കഴിയത്തില്ല. എന്നാൽ നീ ആരാണെന്ന് നീ തിരിച്ചറിയുക, നിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അഭിഷേകം എന്തെന്ന് തിരിച്ചറിയുക, ദൈവത്തിന് വേണ്ടി വിറച്ചോട് നിലകൊള്ളുവാൻ നീ തയ്യാറാകുക. നിന്നെ ഉയർപ്പിക്കുന്നവന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ആരെല്ലാം നിന്റെ ശുശ്രൂഷ ഒതുക്കി വെച്ചാലും, നിന്നെ വെളിപ്പെടേണ്ട ദൈവമഹത്തെ കാണിക്കത്തില്ലെന്ന് അവൻ ഒതുക്കി വെച്ചാലും, നിന്റെ അടിസ്ഥാനമിട്ടവൻ പണിയുവാൻ ശക്തനായവനാ. നിന്റെ മേൽ തുടക്കം കുറിച്ചവൻ പൂർത്തീകരണം തരുവാൻ ശക്തനായവനാ. ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. എത്ര ദൂരെയുള്ളതാണെങ്കിലോ, എത്ര ദൂരെ പീഡിപ്പിക്കപ്പെട്ട അനുഭവത്തിലാണെങ്കിലോ, ആ കഴുതയുടെ അനുഭവത്തെ കണ്ടതിനെ കെട്ടടിച്ചുകൊണ്ട് വന്ന് അതിന്മേൽ വാഹനമേറിയവൻ ഇന്ന് രാത്രി ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു. അവൻ ചെറുതിന്റെ സൗഖ്യത്തിന്റെ രാത്രിയായി. ഹല്ലേലൂയ. ഉദര സംബന്ധമായ രോഗങ്ങളെടുത്തുകൊണ്ട് നാളുകളായി അലട്ടുന്ന ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. വായെ തുറക്കാതെ വേണ്ട എന്റെ വായെ ബന്ധിക്കുന്ന അന്ധകാലത്തിന്റെ കോട്ടകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. വചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കും. എന്റെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്ന ചില പ്രത്യേക അന്ധകാര മേഖലകളെ ഇന്ന് രാത്രി ആത്മാവിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ആത്മാവിന്റെ ശക്തിയ എന്റെ ജനം ഇന്ന് രാത്രി സ്വതന്ത്രമാകട്ടെ. മരണവാശങ്ങൾക്ക് പിടിച്ചു വെക്കുവാൻ കഴിയാത്തവനെ എന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഇന്ന് രാത്രി ചിലർ അഴിഞ്ഞു മാറുന്നതിനാൽ സ്വതന്ത്രം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വെളിവനായ കർത്താവേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആരാധനയ്ക്കായി സ്തോത്രം. ഒന്നും നേടിയില്ലെങ്കിലും ഭക്തിയോടെ വിശുദ്ധിയോടെ നിന്ന് നിന്റെ മരണം ഞങ്ങൾ എടുത്തുകൊള്ളപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. നീ ഞങ്ങളെ ചോദിക്കുമ്പോൾ നിന്റെ മക്കൾ കർത്താവ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നീ ഞങ്ങളുടെ മേൽ തരുന്നതിനായി സ്തോത്രം. ഈ സഭയാ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോവയാളുകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, അഭിഷിക്തന്മാരെ ചോദ്യചിഹ്നമാക്കി കർത്താവേ, നിന്നെ ആർ തെരഞ്ഞെടുത്തെന്ന് പോലും വെല്ലുവിളിച്ച മേഖലകളിൽ യഹോവ തെരഞ്ഞെടുത്തവന്റെ വഴി നടത്തുന്നതുപോലെ ഈ ദിവസങ്ങളിൽ ചില തണുപ്പിന്റെ അനുഭവങ്ങൾ ശുശ്രൂഷാമുഖത്ത് വെളിപ്പെടുന്നതിനായി സ്വാതന്ത്ര്യം ചെയ്യുക. ദിവസാന്നിധ്യത്തിനായി സ്വർഗമൊരുക്കണം. നന്മയ്ക്കായി നോക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ എനിക്ക് ഇത്രത്തോളം സമയം തന്ന കർത്തദാസിനോട് സഭയോടുള്ള നന്ദി അറിയിക്കുന്ന. ഏകദേശം 20 ദിവസം ഞാൻ ഇവിടെ ആയിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ഞാൻ തിരിച്ചു പോകുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. 2